അത്യുന്നതമായ പദവിയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കഴിഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തോട് പറഞ്ഞിരുന്നത് പോലെ സംസാരിച്ചിട്ട് അവിടുന്ന് മറുപടി തരൂല, ഉത്തരം തരൂല. അവിടുത്തോട് പോയി മുശാവറ നടത്തിയിട്ട് കാര്യമില്ല. ഇതാ സ്വഹാബത്ത് മനസ്സിലാക്കിയത്. എന്താ അതിന് കാരണം? എന്താ അതിന്റെ തെളിവ്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം ഖബറടക്കുന്നതിന്റെ മുമ്പേ സ്വഹാബിമാർക്കിടയിൽ പല തർക്കങ്ങൾ ഉണ്ടായി. ഒരു തർക്കം എന്തായിരുന്നു? എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനാസ കുളിപ്പിക്കേണ്ടത്? അവിടുന്ന് മരിക്കുമ്പോഴുള്ള വസ്ത്രം ഊരി കുളിപ്പിക്കണോ, അതോ നിലവിൽ ഉള്ള വസ്ത്രത്തിന്റെ മുകളിലൂടെയായി കുളിപ്പിക്കണോ? കുളിപ്പിക്കുന്നവർക്കിടയിൽ തർക്കം വന്നു. അവരാരെങ്കിലും ചോദിച്ചോ, റസൂലുള്ള അവിടെ കിടപ്പില്ലേ? യാ റസൂലല്ലാഹ്, നിങ്ങളെ എങ്ങനെയാ കുളിപ്പിക്കേണ്ടത്? റസൂലുള്ളാഹിനോട് മുശാവറ നടത്തിയോ? ഇല്ലല്ലോ. എന്താ കാരണം? അവർക്കറിയാം റസൂലുള്ളാഹിനോട് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, അവിടുന്ന് നമുക്കിപ്പോൾ ഉത്തരം തരൂല. നമ്മൾ പറയുന്നത് കേട്ട് ഉത്തരം പറയുന്നവരവസ്ഥയിലല്ല ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അവിടുന്ന് വഫാത്തായിരിക്കുന്നു. അതിൽ മാത്രമല്ല തർക്കമുണ്ടായത്, എവിടെ മറമാടണം, എവിടെ ഖബർ ഒരുക്കണം എന്ന് തർക്കമുണ്ടായി. സഹാബത്ത് ചോദിച്ചോ റസൂലുള്ളാഹിനോട് പോയിട്ട്, ഓ നബിയേ, നിങ്ങൾക്ക് എവിടെയാണ് ഞങ്ങൾ ഖബർ ഒരുക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ? സഹാബത്ത് മുശാവറ നടത്തിയോ? ചോദിച്ചോ? ചോദിച്ചില്ല. കാരണം അവർക്കറിയാ റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവിടുന്ന് വഫാത്തായിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര സംഗതികൾ ഉണ്ടായി. പ്രിയമുള്ളവരെ, ആരായിരിക്കണം ഇനി ഹാജത്തിന്റെ ഖലീഫ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ശറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന റൂമിലേക്ക് ചെന്നിട്ട്, ഓ നബിയേ, ആരായിരിക്കണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി അടുത്ത ഖലീഫ എന്നൊന്ന് അങ്ങയുടെ കൈയൊന്ന് ചൂണ്ടിയാൽ ഞങ്ങൾ ഇതാ നിരന്നു നിൽക്കുന്നു. ആ കൈയൊന്ന് ചൂണ്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് സഹാബിമാര് പോയി ആവശ്യപ്പെട്ടോ? മുശാവറ നടത്തിയോ? ഇല്ലല്ലോ. എന്താ കാരണം? അവർക്കറിയാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തെ നമ്മൾ കണ്ടിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ചോദിച്ചിട്ട് ഉത്തരം തരുന്ന നേരമല്ല. ഇതാണ് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം പോലും അവിടുത്തെ സംബന്ധിച്ച് വിശ്വസിച്ചത്. എന്നാൽ നമ്മുടെ പല തങ്ങന്മാരും പറയുന്നതും പ്രസംഗിക്കുന്നതും എഴുതിവിടുന്നതും എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല, നമ്മുടെ കൂടെ തന്നെയുണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, നമ്മൾ പറയുന്നതൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, യറാ ജമീഅദ് ദുനിയാ ബിഐനിഹിൽ മുബാറക, ലോകം മുഴുവൻ അവിടുത്തെ മുബാറക്കായ ബർക്കത്തുള്ള കണ്ണുകൊണ്ട് നോക്കി കാണുകയാണ്. ഈ നിലക്കാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി യോജിക്കുന്നതാണോ? ഏതാണ് നൂതനവാദം? പ്രിയമുള്ളവരെ, നൂതനവാദികൾ എന്നല്ലേ സലഫികളെ സംബന്ധിച്ച് പലരും സാധാരണക്കാര് പറയുന്നത്. ഇവര് നൂതനവാദികളാണ്, ഇവര് പുത്തൻവാദികളാണ്, ഇവര് ഇല്ലാത്ത വിശ്വാസവും പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്നവരാണ്. ഓ, ചിന്തിക്കൂ പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ ആരാണ് നൂതനവാദികൾ, ആരാണ് പുത്തൻവാദികൾ? ശരിക്കും ചിന്തിക്കണം. സ്വഹാബിമാര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നവര് ആരാണ്? സഹാബിമാർക്ക് പരിചയമില്ലാത്ത വിശ്വാസം റസൂലുള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ആരാണ്? പ്രയാസമുള്ള ഘട്ടമായിട്ട് പോലും സഹാബിമാര് റസൂലുള്ളാഹിനോട് പോയിട്ട് അവിടുത്തെ വഫാത്തിന്റെ ശേഷം മുശാവറത്തുന്നില്ല. അവർക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ലേ? അവർക്ക് റസൂലുള്ളാഹിനെ വിശ്വാസമില്ലേ? അവർക്ക് അവിടുത്തെ മുഅ്സത്തിൽ വിശ്വാസമില്ലേ? അവർക്ക് അവിടുത്തെ കറാമത്തിൽ വിശ്വാസമില്ലേ? അവർക്ക് അവിടുത്തോട് ആദരവില്ലേ? അവർക്ക് അവിടുത്തോട് ബഹുമാനമില്ലേ?
ഇല്ലേ പ്രിയമുള്ളവരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തും കഴിഞ്ഞ് 40ഓളം കൊല്ലം നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള റൂമിന്റെ അപ്പുറത്തെ റൂമിൽ ഒരു കർട്ടന്റെ അപ്പുറത്ത് നമ്മുടെ ഉമ്മ താമസിച്ചിട്ടില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ നമ്മുടെ ഉമ്മ ആയിഷ ബീവിക്ക് ചെറിയ പ്രായമേയുള്ളൂ. 20-ൽ താഴെ മാത്രം വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അങ്ങനെ ചെറുപ്പത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ട ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനെ അവര് താമസിക്കുന്ന റൂമിൽ ഖബറടക്കിയിട്ട് ആ കർട്ടന്റെ അപ്പുറത്ത് മഹദിയായ നമ്മുടെ ഉമ്മ കൊല്ലങ്ങളോളം താമസിച്ചിട്ടും ഒരിക്കലെങ്കിലും നബി തങ്ങളുടെ ഖബറിന്റെ സമീപത്തേക്ക് പോയിട്ടോ അല്ലാതെയോ യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ് എന്നൊന്ന് വിളിച്ച് സങ്കടം പറഞ്ഞ് കാര്യങ്ങൾ മുശാവറ നടത്തിയ ഒരു രേഖയെങ്കിലും ശരിയായ സഹിഹായ പരമ്പരയോടെ ഉദ്ധരിക്കപ്പെട്ടത് പ്രമാണങ്ങളിൽ തെളിയിക്കാൻ സാധ്യമാണോ? ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും സാധ്യമേ അല്ല. മഹദിയായ മകൾ ഫാത്തിമ ബീവി റസൂല് വഫാത്തായിട്ട് 6 മാസമേ ജീവിച്ചുള്ളൂ. ആ 6 മാസക്കാലം ജീവിക്കുന്നതിനിടക്ക് ഒരിക്കലെങ്കിലും ഉപ്പാനെ ഒന്ന് കാണാൻ പൂതിയാകുന്നു. അവിടുത്തെ കയ്യെങ്കിലും ഒന്ന് ഖബറിൽ നിന്ന് പുറത്തേക്കിടൂ എന്ന് മഹദിയായ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആവശ്യപ്പെട്ടില്ല. കാണാൻ പൂതിയില്ലാഞ്ഞിട്ടാണോ ആയിഷ ബീവിക്ക്? കാണാൻ പൂതിയില്ലാഞ്ഞിട്ടാണോ മറ്റുള്ള നമ്മുടെ ഉമ്മമാർക്ക്? അവർക്കൊക്കെ റസൂലുള്ളാഹിനെ കാണാൻ പൂതിയില്ലേ? പക്ഷേ ചോദിച്ചിട്ട് കാര്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറിൽ നിന്ന് ഇനി പുറത്തേക്ക് ദുനിയാവിലേക്കല്ല വരിക. ഇനി അവിടുത്തെ ഖബർ പൊട്ടിപ്പിളർന്നിട്ട് അവിടുന്ന് ആദ്യം പുറപ്പെടുന്നത് മഹ്ശറിലേക്കായിരിക്കുമെന്നാണ് സ്വഹാബത്ത് വിശ്വസിച്ചത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത്. ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്നിട്ട് മഹ്ശറിലേക്ക് പുറപ്പെടുന്ന വ്യക്തി, ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഒരു കാര്യം ചോദിക്കാനും ഒരു കാര്യം മുശാവറ നടത്താനും ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ടും സ്വഹാബത്തോ ഉമ്മമാരോ അവിടുത്തെ ഖബറിനെ സമീപിച്ചിട്ടില്ല. ആ സ്വഭാവമല്ലേ പ്രിയമുള്ളവരെ നമ്മുടെയും സ്വഭാവമാവേണ്ടത്? മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയൊക്കെ കൂടെയുണ്ടെന്നും വഫാത്തായിട്ടില്ലെന്നും എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുമെന്നും നമ്മുടെ മജ്ലിസിലൊക്കെ ഉണ്ടെന്നും എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുമെന്നും വേണമെങ്കിൽ അവിടുത്തേക്ക് കൈ കൊടുക്കാമെന്നും അവിടുത്തെ കെട്ടിപ്പിടിക്കാമെന്നും അവിടുന്ന് ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇടപെടുന്നുണ്ടെന്നുമൊക്കെ വിശ്വസിക്കുന്നത് സ്വഹാബത്തിന്റെ വിശ്വാസമാണോ? അല്ല. അതുകൊണ്ട് അവര് വിശ്വസിച്ചതിലേക്ക് മടങ്ങണം. അതാണ് പഴയ വാദം. ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന വാദമാണ് നൂതനവാദം, അല്ലെങ്കിൽ നൂതനവാദം, അതല്ലെങ്കിൽ പുത്തൻവാദം. പഴയ വാദം സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലേക്ക് മടങ്ങലാണ് യഥാർത്ഥത്തിലുള്ള ശാന്തിയുടെ ഭവനമായ സ്വർഗത്തിലെത്താൻ നമ്മുടെ മുമ്പിലുള്ള ഏകമായ മാർഗം. ഇതിലെന്തിനാ തർക്കിക്കുന്നത്? ഇതിലെന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ സംശയിക്കുന്നത്? വളരെ കൃത്യമല്ലേ? അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്വഹാബത്തിനെ തള്ളുന്നു എന്നാ പറയുന്നത് പലരും. പല സഖാഫിമാരും സഅദിമാരും ഒക്കെ പറയും നമ്മൾ സ്വഹാബത്തിനെ തള്ളുന്നു. ആരാ അവിടെ സ്വഹാബത്തിനെ തള്ളിയത്? സ്വഹാബത്തിന്റെ വിശ്വാസല്ലേ നമ്മുടെ വിശ്വാസം. സ്വഹാബത്താരും അവരുടെ പ്രശ്നങ്ങളിൽ റസൂലുള്ളാഹിനോട് വഫാത്തിന്റെ ശേഷം മുശാവറക്ക് പോയിട്ടില്ല. ഇന്ന് ഇവര് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ എല്ലായിടത്തും ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എത്രത്തോളം സലാത്തിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന ആളുടെ വാപ്പാടെ പേര്, അയാളെ ഉമ്മാടെ പേര്, അയാൾ എത്ര നേരം അവിടെ ഇരുന്നു, അയാൾ എപ്പോ പുറത്തേക്ക് പോയി, അയാൾ എത്ര സമയം റോട്ടിലൂടെ നടന്നു എന്ന് വരെ കാണുന്നു, അറിയുന്നു എന്നാ പറയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കണം. ഇവിടെ പ്രിയമുള്ളവരെ, ഈ നിലക്ക് മഹാന്മാരായ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ശരിയായ ആദർശത്തിൽ നിന്ന് ജനങ്ങൾ വഴിമാറിപ്പോയി. തെറ്റായ വാദങ്ങളിലേക്ക് മനുഷ്യൻ ചേക്കേറിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രാവും പകലുമൊക്കെ വിളിച്ചു തേടുന്നു. യാ സയ്യിദസ്സാദാതി ജിഅതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ
قد علمت من الأذى والظلم والضعف شديد فاسعدي. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? നേതാക്കളുടെ നേതാവായ നബിയെ, ഞാനിതാ നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അങ്ങേക്കറിയാമല്ലോ നബിയെ, എന്നെ സഹായിക്കണേ നബിയെ. അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫിക ഖദ് അഹ്സൻതു ظني يا بشير يا نذير فأغيثني وأجيرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور. നബിയേ, അങ്ങയുടെ പാവപ്പെട്ട അടിമ, നബിയേ, അങ്ങയുടെ പാവപ്പെട്ട അടിമ അങ്ങയുടെ വലിയ ഔദാര്യത്തെ ആഗ്രഹിക്കുന്നു നബിയേ. എന്നെ സഹായിക്കണേ നബിയേ, എന്നെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ നബിയേ. എനിക്ക് അങ്ങയോടല്ലാതെ ആവലാതി പറയാനില്ല നബിയേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്ന സ്വഭാവം സ്വഹാബത്തിന്റെ സ്വഭാവമായിരുന്നോ? ഇമാമിങ്ങളുടെ സ്വഭാവമായിരുന്നോ? അവരുടെ വിശ്വാസമല്ലേ നമുക്കും വേണ്ടത്? ആ സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്ത ഒരു പണി, ആ സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി, അവര് വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു വിശ്വാസം എനിക്ക് മുത്തുനബിയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാനാകുമോ? നമുക്കത് ചെയ്യാൻ പാടുണ്ടോ? അല്ലാഹ് തന്ന നിഷ്പക്ഷമായ ബുദ്ധി കൊണ്ട് ഒരു ഗ്രൂപ്പ് വൈരാഗ്യവുമില്ലാതെ നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിക്കണേ. വളരെ വിനയത്തോടെ ആവശ്യപ്പെടുന്നു. അപ്പൊ ആരുടെ കയ്യിലാ പുതിയ വാദം? ആരാണ് ഇവിടെ നേര് പറയുന്നത്? ആരാണ് സത്യം പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്ര വളരെ ലളിതമായ സംഗതിയാണ് പ്രിയമുള്ളവരെ. ഇനിയും നോക്കൂ, മഹാന്മാരായ ഔലിയായിനെ സംബന്ധിച്ച്, ഔലിയാക്കളെ സംബന്ധിച്ചതാ സമൂഹത്തിൽ ഒരുപാട് വിശ്വാസങ്ങൾ പറയുന്നു. ഉസ്താദുമാരെന്ന് പറയുന്നവര് പ്രസംഗിക്കുന്നു, എഴുതിവിടുന്നു. നമുക്ക് പരിശോധിക്കാം, മഹാന്മാരായ സ്വഹാബത്ത് ഔലിയാക്കളെ വിശ്വസിച്ചതുപോലെയാണോ ഇന്ന് മുസ്ലിയാക്കൾ വിശ്വസിക്കുന്നത്? ഇന്ന് തങ്ങന്മാരെന്ന് പറയുന്നവര് പ്രചരിപ്പിക്കുന്നത്? ഔലിയാക്കളെ സംബന്ധിച്ച് ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത്? ആരാണ് പ്രിയമുള്ളവരെ വലിയ? നമുക്കൊക്കെ വലിയാകാൻ കഴിയുമോ? ശ്രമിച്ചാൽ സാധിച്ചേക്കാം. അല്ലാഹു നമ്മളെ അവന്റെ വലിയുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിന്റെ അടുക്കലുള്ള ഉന്നതമായ ആ സ്ഥാനം കിട്ടുന്നത് ആർക്കാണ്? ആരാണ് വലിയുകൾ? ആരാണ് വലിയുകൾ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, സത്യവിശ്വാസം സ്വീകരിക്കുകയും ദോഷങ്ങളൊന്നും ജീവിതത്തിൽ വരാതെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും ചെയ്യുന്നവരാരാണോ അവരാണ് വലിയകൾ. അതാണായാലും ശരി, പെണ്ണായാലും ശരി. അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ച ശരിയായ വിശ്വാസം വിശ്വസിക്കുക, ജീവിതത്തിൽ തെറ്റുകൾ വരാതെ നോക്കുക, ഹറാം ചെയ്യാതെ ജീവിക്കുക. അല്ലാഹ് തന്ന കണ്ണുകൊണ്ട് ഹറാം കാണാതെ ജീവിക്കണം. അല്ലാഹയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ ശരീരം തന്നത്. അല്ലാഹയല്ലേ നമുക്ക് ആരോഗ്യം തന്നത്. അല്ലാഹയല്ലേ നമുക്ക് സമ്പത്ത് തന്നത്. അല്ലാഹയല്ലേ നമുക്ക് മക്കളെ തന്നത്. അല്ലാഹയല്ലേ നമുക്ക് വീട് തന്നത്. അല്ലാഹയല്ലേ ഇവിടെ ജീവിക്കാനുള്ള എല്ലാം തരുന്നത്. അത് അവൻ വിചാരിച്ചാൽ എപ്പോഴും എടുത്തു നീക്കാൻ കഴിയും. അതുകൊണ്ട് റബ്ബ് നമുക്ക് നൽകിയതിനൊക്കെ നാളെ പരലോകത്ത് കണക്ക് പറയണം. അല്ലാഹ് നമുക്ക് ചെയ്തതിനൊക്കെ നമ്മൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകണം. എങ്ങനെയാ നന്ദി കാണിക്കേണ്ടത്? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ ദിക്ർ ചൊല്ലിയത് കൊണ്ട് മാത്രം നന്ദിയാകുമോ? ഇല്ല. അല്ലാഹ് ചെയ്ത ഓരോ നിഅമത്തുകളും, അല്ലാഹ് നമുക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ ആ പണം കൊണ്ട് അല്ലാഹ്ക്ക് വെറുപ്പുള്ളതൊന്നും ചെയ്യരുത്. ആ പണം അല്ലാഹ്ക്ക് വെറുപ്പുള്ള വഴിയിലേക്ക് ചെലവഴിക്കരുത്. അല്ലാഹ് നമുക്ക് കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് നോക്കരുത്. ആ കാതുകൊണ്ട് അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കരുത്.
ആ ശരീരം അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മജ്‌ലിസിൽ പോയി ഇരിക്കരുത്. അല്ലാഹ് തന്ന വീട്, ആ വീട്ടിൽ വെച്ച് അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്. പലപ്പോഴും മുസ്ലിമീങ്ങളുടെ വീടുകളെന്ന് പറയുന്ന വീടുകളിൽ പോലും അതാ സിനിമയും സീരിയലുകളും ആട്ടക്കാരികളുടെ ആട്ടങ്ങളും ഡാൻസും പാട്ടും കൂത്തുമൊക്കെ അരങ്ങേറുകയാണ്. അതേ, എന്നിട്ടോ ഉമ്മയും ബാപ്പയും മക്കളും ജ്യേഷ്ഠനും അനുജനും ഭാര്യയും ഭർത്താവും കുട്ടികളുമൊക്കെ ഒന്നിച്ച് അല്ലാഹ് നൽകിയ പണം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ അല്ലാഹുവിന്റെ പണം കൊണ്ട് വാങ്ങിയ സോഫയിൽ കസേരയിൽ ചാരിയിരുന്ന് അല്ലാഹ് കൊടുത്ത പണം കൊണ്ട് വാങ്ങിയ ടിവിയിൽ അവനിങ്ങനെ ഹറാം കാണുന്നു, ഹറാം കേൾക്കുന്നു, ഹറാമിൽ അവൻ പങ്കെടുക്കുന്നു. ഇത് നന്ദിയാണോ നന്ദികേടാണോ? നന്നായി ചിന്തിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ മുഴുവൻ ചിന്തിക്കണം. ഇത് നമുക്ക് ഏറ്റവും ചിന്തിക്കേണ്ട കാര്യല്ലേ? ഞാനോ നിങ്ങളോ ഒരാൾക്ക് ഒരു കാര്യം കൊടുത്തു, ഒരു സാധനം കൊടുത്തു. ആ കൊടുത്ത സാധനം കൊണ്ട് തന്നെ അയാൾ നമ്മെ ഉപദ്രവിച്ചാൽ, അയാൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ നമ്മളയാളെ വെറുതെ വിടുമോ? എന്നാൽ പരമകാരുണികനായ റബ്ബ് ഞാനും നിങ്ങളും ജനിച്ച് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നിമിഷം മുതൽ അവൻ നമുക്ക് തരാൻ തുടങ്ങിയതാണ് ശുദ്ധമായ ഓക്സിജൻ. അവൻ നമ്മുടെ ബ്ലഡുകൾ അതാ നമ്മുടെ ശരീരത്തിൽ ഒഴുകുകയാണ്. വെള്ളം കുടിക്കുന്നു, ഭക്ഷണം തരുന്നു, ആരോഗ്യം തരുന്നു. എത്രയോ കാലമായി നമ്മൾ അനുഭവിക്കുന്നു. എന്നിട്ട് അല്ലാഹ് തന്ന ഓക്സിജൻ ശ്വസിച്ചിട്ട്, അല്ലാഹ് തന്ന വെള്ളം കുടിച്ചിട്ട്, അല്ലാഹ് തന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് ആ അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാനും നിങ്ങളും ചെയ്തു പോയാൽ അല്ലാഹു നമ്മെ വിടുമോ? പ്രിയമുള്ളവരെ, അതുകൊണ്ടാ റബ്ബ് പറയുന്നത് അല്ലാഹ് നിങ്ങൾക്ക് കണ്ണും കാതും കൽബും ഒക്കെ നൽകിയത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ്, നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. നന്ദി കേട് ചെയ്തു പോകല്ല. ഇത് എത്ര ലളിതമാണ്, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? അപ്പൊ റബ്ബ് നമുക്ക് ചെയ്തു തരുന്ന ഓരോ നിഅമത്തുകളെയും ആ റബ്ബിന് ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് ചെലവഴിക്കണം. ഉമ്മമാരെ ശരിക്കും ശ്രദ്ധിച്ചോ, ഉപ്പമാരും ശ്രദ്ധിച്ചോ. നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് വിചാരിച്ച് എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കി കൊടുക്കണ്ട. അല്ലാഹ്ക്ക് വെറുപ്പുള്ളത് വേണ്ട. അല്ലാഹ് തന്ന ഉപകരണങ്ങളുണ്ട്. മൊബൈൽ ഫോണ് ഈ കാലത്ത് ആവശ്യമായ ഒരു അത്യാവശ്യ ഉപകരണമാണ്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, കമ്പ്യൂട്ടർ യുഗമാണിത്. ആവശ്യമുള്ള ഒരു മീഡിയയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട്, അതൊക്കെ നമ്മുടെ വീടുകളിൽ വാങ്ങി വെച്ചിട്ട് അതിലൂടെ തോന്നിവാസത്തിനാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ, തോന്നിവാസം പറയാനും തോന്നിവാസം കാണാനും തോന്നിവാസം കേൾക്കാനുമാണ് മൊബൈലും ടിവിയും ഇന്റർനെറ്റ് കണക്ഷനുമൊക്കെ കമ്പ്യൂട്ടറുമൊക്കെ ലാപ്ടോപ്പുമൊക്കെ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അല്ലാഹു നമ്മെ വെറുതെ വിടുമോ? പരലോകത്തവൻ ചോദിക്കില്ലേ, എടോ നിനക്ക് ഞാൻ നൽകിയ സമ്പത്ത് കൊണ്ട് നീ ഹറാം ചെയ്തില്ലേ, നീ ഹറാം കണ്ട് രസിച്ചില്ലേ, നീ ഹറാമായ പ്രവർത്തനം നടത്തിയില്ലേ? അവിടെ നമ്മെ രക്ഷപ്പെടുത്താൻ ആരുണ്ടാകും? ഉമ്മമാരെ, നമ്മുടെ ഉപ്പയുണ്ടോ, നമ്മുടെ മക്കളുണ്ടോ, നമ്മുടെ ഭർത്താവുണ്ടോ, നമ്മുടെ ഭാര്യയുണ്ടോ, നമ്മുടെ മക്കളുണ്ടോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഓരോ മനുഷ്യനും അവന്റെ മക്കളിൽ നിന്ന് ഓടിയകലുന്ന ദിവസമാണ്. മക്കളെ കാണുമ്പോ ബാപ്പാക്ക് വേണ്ട, ബാപ്പയെ കാണുമ്പോ മക്കൾക്ക് വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, അതുപോലെ തന്നെ തിരിച്ചും വേണ്ട. ആങ്ങൾക്ക് പെങ്ങളെ വേണ്ട, പെങ്ങൾക്ക് ആങ്ങളെ വേണ്ട. ഓരോരുത്തരും നഫ്സി നഫ്സി, എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ബേജാറാകുന്ന ആ ലോകത്ത് അവിടെ നമ്മുടെ മുഖങ്ങൾ ശോഭിക്കണ്ടേ? അവിടെ നമ്മുടെ മുഖങ്ങൾ വെളുത്ത് ശോഭിക്കണ്ടേ? അവിടെ നമ്മുടെ കയ്യിൽ കിതാബ് കിട്ടുമ്പോ ഇതാ എന്റെ കിതാബ്, എന്തൊരു നല്ല ഗ്രന്ഥമാണ്, ഞാൻ
ചെയ്ത നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇതാ ഈ ഗ്രന്ഥത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കണ്ടേ? അതിന് ആ കിതാബിൽ നന്മ മാത്രം വരണമെങ്കിൽ നമ്മളിവിടെ ജീവിക്കുന്ന കാലത്ത് നന്മ മാത്രം ചെയ്താലല്ലേ പരലോകത്ത് അങ്ങനെയുള്ള കിതാബ് കയ്യിൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിലോ എനിക്ക് കിതാബ് വേണ്ട എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് നിലവിളിച്ചോടുന്ന പരലോകമല്ലേ വരാനുള്ളത്. അതുകൊണ്ട് ചിന്തിക്ക, അങ്ങനെ ശരിക്ക് തഖ്വയോടെ ജീവിച്ചാലാണ് വലിയാവുക. അങ്ങനെ അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിച്ചാലാണ് വലിയാവുക. അതുകൊണ്ട് മക്കളുള്ള ഉമ്മമാര് ഉപ്പമാര് ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മക്കൾ പുറത്തേക്കിറങ്ങുന്ന വേഷം എന്താണ്? നിങ്ങളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? അവരാരോടാണ് കൂട്ടുകൂടുന്നത്? അവരേത് ഡ്രസ്സാണ് ധരിക്കുന്നത്? അവര് സമയത്ത് വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ടോ? അവര് ശരീരം മറക്കുന്നുണ്ടോ? അവർക്ക് വഴിവിട്ട ജീവിതമുണ്ടോ? അവരെന്തൊക്കെയാണ് കാണുന്നത്? അവരുടെ കോൾ ലിസ്റ്റിൽ ആരൊക്കെയാണ് ഉള്ളത്? അവരുടെ നെറ്റിൻ്റെതായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അതേ ശരിയായ നിലക്കുള്ള ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും റബ്ബ് കാണുന്നുണ്ട് മോളെ, റബ്ബ് കാണുന്നുണ്ട് മോനെ. ഉപ്പയുറങ്ങും ഉമ്മയുറങ്ങും, ഉറങ്ങാത്ത റബ്ബാണ് മക്കളെ എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ മക്കളെ നല്ല നിലക്ക് വളർത്താൻ ഓ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ നമ്മൾ ഇവിടെ വെച്ചേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ മക്കള് തന്നെ നാളെ പരലോകത്ത് വന്നിട്ട് അല്ലാ എന്റെ ഉമ്മയാണ് എന്നെ ചീത്തയാക്കിയത്, എന്റെ ഉപ്പയാണ് എന്നെ ചീത്തയാക്കിയത്, പഠിപ്പിക്കേണ്ട കാലത്ത് അവരെനിക്ക് പഠിപ്പിച്ചു തന്നില്ല, അങ്ങനെ അവരെന്നെ ചീത്തയാക്കിയതാണ്, അതുകൊണ്ട് ഇരട്ടിക്കിരട്ടി ശിക്ഷ കൊടുക്ക് റബ്ബേ എന്ന് നമ്മുടെ പൊന്നുമക്കൾ നാളെ റബ്ബിന്റെ കോടതിയിൽ പറയുന്ന ദുരന്തമാണോ രക്ഷിതാക്കളെ നമുക്ക് വേണ്ടത്? അതോ ആ മക്കൾ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ദുആ ഇരക്കുന്ന മക്കളാകണോ? എന്റെ ഉപ്പ മരിച്ചല്ല റബ്ബേ, ഉമ്മ മരിച്ചല്ലോ, അല്ലാ എന്റെ ഉമ്മാടെ ഖബർ സ്വർഗത്തോപ്പാക്കണേ, എന്റെ ഉപ്പാടെ ഖബർ സ്വർഗത്തോപ്പാക്കണേ അല്ലാ, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, അവരുടെ പാപം പൊറുക്കണേ അല്ലാ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് വേണോ? നമുക്ക് വേണ്ടി ദുആ ഇരക്കുന്ന മക്കള് വേണോ? ഏത് മക്കളാ നമുക്ക് വേണ്ടത്? നന്നായി ആലോചിച്ച് തീരുമാനമെടുത്തുകൊണ്ട് വേണ്ടത് ചെയ്യണം രക്ഷിതാക്കളെ. അത്രയും ദുഷിച്ച ഒരു കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുന്നത്. എത്ര പെട്ടെന്നാണ് നമ്മുടെ മക്കളെ ശൈത്താൻ റാഞ്ചി കൊണ്ടുപോകുന്നത്, തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചോളണം. എവിടെ പഠിക്കുന്ന മക്കളാണെങ്കിലും എവിടേക്ക് യാത്രയാകുന്ന മക്കളാണെങ്കിലും മക്കളെ റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന ബോധം അത് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ നമുക്കും ആ ബോധം വേണം. അങ്ങനെ ശരിയായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മൾ സൂക്ഷ്മതയോടെ ഹറാം ചെയ്യാതെ ജീവിച്ചാൽ അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെടും. അപ്പോഴാ നമ്മൾ വലിയാവുക. അതാണ് ഇസ്ലാമിന്റെ വലിയ. ആ വലിയകൾക്ക് അല്ലാഹു തആല ചിലപ്പോൾ അവരിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ വിചാരിക്കാതെ റബ്ബ് അവർക്ക് പലതും കൊടുക്കും. പല പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹ് അവരെ സഹായിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ഔലിയാക്കൾ ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടാകും. ഏത് കാലഘട്ടത്തിലും അവരുണ്ടായിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെയുള്ളവരുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതൊന്നുമല്ലല്ലോ ഇന്ന് നാട്ടിൽ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ. നാട്ടിൽ പരിചയപ്പെടുത്തുന്നത് 5 നേരം കൃത്യമായി പള്ളിയിൽ പോകുന്ന ഒരാളെ വലിയെന്ന് വിളിക്കുന്നില്ല. ജുമഅക്ക് കൃത്യമായി പോകുന്ന ഒരാളെ ഔലിയപ്പാപ്പാന്ന് വിളിക്കുന്നില്ല. 5 നേരം പള്ളിയിൽ പോയിരുന്നയാള് 5 നേരം പള്ളി പോകാതെയായാലാണ് അയാൾ ഔലിയയാകുന്നത്. ജുമഅക്ക് പോയിരുന്ന പാപ്പ പോകാതാകുമ്പോ ഔലിയയാകുന്നു. ഇങ്ങനെയുണ്ടോ ഇസ്ലാമില്? ഇങ്ങനെയുണ്ടോ ഇസ്ലാമില്? ഇസ്ലാം പഠിപ്പിക്കുന്ന ഔലിയ എന്ന് പറയുന്നത് ശരിക്കും ദോഷങ്ങളൊന്നും വരാതെ അല്ലാഹു തആല പഠിപ്പിച്ച അതേ നിലയ്ക്ക് ജീവിക്കുന്നവരാണ്. എന്നാലോ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ നിസ്കാരമില്ല. CM മടവൂരിന്റെ വലിയ പുണ്യമായിട്ട് എഴുതിയത് CM നിസ്കരിക്കൂല.
CM നിസ്കരിക്കൂല. എന്തേ നിസ്കരിക്കാത്തത് എന്ന് പോയി ചോദിച്ചപ്പോ അയാൾ കൈപ്പത്തി ഇങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുത്തു. അപ്പോഴുണ്ട് ആ കൈപ്പത്തിയിൽ ഒരു കഅബ തെളിയുന്നു. CM മടവൂരിന്റെ കയ്യിൽ ഒരു കഅബ തെളിയുന്നു, മക്കത്തെ കഅബ. ആ കഅബക്ക് ചുറ്റും CM ഇമാമായി നിസ്കരിക്കുന്നു. നോക്കണം, ഇവിടൊക്കെ മടവൂരിലുള്ള CM മക്കത്ത് ഇമാമായിട്ട് നിസ്കരിക്കുകയാണ്. സ്വർണമോതിരം അണിയ, സ്വർണത്തിന്റെ ചെയിൻ അണിയ പുരുഷന്മാര്, പട്ടുവസ്ത്രം ധരിക്ക, പുല്ലാങ്കുഴൽ വായിക്ക, വീണ വായിക്ക, അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും പല രൂപത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നത്. പരിശുദ്ധ റമദാനിൽ പോലും പരസ്യമായി ചായ കുടിച്ചിരുന്നു CM മടവൂര്. നോമ്പിനെ കാണാൻ വരുന്ന ആളുകളെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണോ? വലിയ ഒരു തടിയല്ല, അവർക്ക് ഒരുപാട് തടിയാണ്. 360ഉം 400ഉം ഒക്കെ തടിയാണ് ഒരു ഔലിയക്ക്. അതുകൊണ്ട് എല്ലായിടത്തും ഔലിയാക്കൾ ഇങ്ങനെ ഉണ്ടാകും, ഒരു തടിയല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ച വാദമാണോ? ഇതൊക്കെ ആണെങ്കിൽ പറയട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ സഹാബത്തോ ഇങ്ങനെ വിശ്വസിച്ച ഒരു രേഖ എവിടെയാണുള്ളത്? ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. ഒരിക്കലും തെളിയിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ വിഷയത്തിലും നൂതനവാദം ആരുടെ പക്കലാണ്? സലഫികളാണോ നൂതനവാദികൾ? അതോ ഈ ഒരുപാട് തടിയുള്ള ഔലിയാക്കളിൽ വിശ്വസിക്കുന്ന, നിസ്കരിക്കുന്നത് കാണാത്ത, നോമ്പെടുക്കുന്നത് കാണാത്ത, തെറ്റ് ചെയ്യുകയാണെങ്കിലും വിമർശിക്കാൻ പാടില്ലാത്ത എന്ന് പറയപ്പെടുന്ന ആളുകളാണോ ഔലിയാക്കൾ? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ ആളുകളും ഈ അർത്ഥത്തിൽ ഒന്ന് ചിന്തിക്ക്. ഇനിയും നോക്ക്, ഖബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ, അതിൽ ആർക്കാണ് നൂതനവാദമുള്ളത്, ആർക്കാണ് പഴയവാദമുള്ളത്? ഒരു മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മുസ്ലിമിന്റെ ഖബർ എത്ര ഉയർത്താം? എന്താണ് നബി തങ്ങളും സഹാബത്തും പഠിപ്പിച്ചത്? ഒരു മുസ്ലിമിന്റെ ഖബറിന്റെ ഉയരം ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയരാൻ പാടില്ല. ഒരു ചാണിലപ്പുറം ഒരു ഖബറും ഉയർത്തരുത്. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റേതടക്കം എല്ലാവരുടെയും ഖബർ ഒരു ചാണ് മാത്രമാണല്ലോ ഉയരമുള്ളത്. എന്നാൽ ഇവിടെ ഇതാ പല ദർഗകളിലും പോയി നോക്കിയാൽ എത്രയാണ് ഖബറുകളുടെ ഉയരം? ഖബർ കെട്ടിപ്പടുക്കൽ ഇസ്ലാമിൽ നിഷിദ്ധമല്ലേ, ഹറാമല്ലേ? ആ ഖബറിന്റെ സമീപത്ത് അവരിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ച് വിളക്ക് കത്തിക്കൽ ഹറാമല്ലേ, ശിർക്കല്ലേ? ആ ഖബർ ചുംബിക്കൽ ഹറാമല്ലേ? ആ ഖബറിലേക്ക് തിരിഞ്ഞു സുജൂദ് ചെയ്യലും ഹറാമും ശിർക്കുമല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ഉറൂസിന്റെ പേരിൽ നടക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ്? ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും നമ്മെ നോക്കുന്നു, കാണുന്നു, ഇവിടെ ഭരണം നടത്തുന്നു, കൺട്രോൾ ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ജാറങ്ങളിലേക്ക് നേർച്ച ചെയ്യുന്നു, ആടിനെ നേർച്ചയാക്കുന്നു, അരി നേർച്ചയാക്കുന്നു, നാളികേരം നേർച്ചയാക്കുന്നു, കോഴിയെ നേർച്ചയാക്കുന്നു, അതുപോലെ തന്നെ ആഭരണങ്ങൾ നേർച്ചയാക്കുന്നു, വസ്ത്രങ്ങൾ നേർച്ചയാക്കുന്നു. പല ഖബറുകളുടെ സമീപത്തും അതാ ബാൻഡ് മുട്ടുന്നു, ചെണ്ട മുട്ടുന്നു, കുഴൽ വിളിക്കുന്നു, ആന വരുന്നു, അമ്പാരി വരുന്നു, വെഞ്ചാമരം വീശുന്നു. അതൊക്കെ പറയുമ്പോ പലരും പറയും അതൊക്കെ തെറ്റാണെന്ന്. സമസ്ത പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഷാലിയാത്തി എന്ന് പറയുന്ന വലിയ നേതാവ്, ഈ മുസ്ലിയാക്കന്മാരൊക്കെ അംഗീകരിക്കുന്ന നേതാവ്, അദ്ദേഹം പറഞ്ഞത് ചെണ്ടമുട്ട് അനുവദനീയമാണ്, കുഴൽവിളി അനുവദനീയമാണ്. മഹാന്മാരുടെ ഖബറിന്റെ സമീപത്തേക്ക് ചെണ്ടമുട്ടിയിട്ടും കുഴൽ വിളിച്ചിട്ടൊന്നും പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ഫത്വ തിരുത്താൻ ഇന്ന് വരെ ഒരു സഖാഫി തയ്യാറായിട്ടുണ്ടോ? ഒരു സാരിമാര് തയ്യാറായിട്ടുണ്ടോ? ഒരു ദാരിമിമാര് തയ്യാറായിട്ടുണ്ടോ? ആ ഫത്വ ഇന്നും ജീവിച്ചിരിക്കാണ്. എന്നിട്ട് ഇപ്പോഴും പറയും ഞങ്ങളതൊക്കെ പണ്ടേ എതിർത്തിട്ടുണ്ട്. മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്ത് എന്താ? മുട്ടും വിളിയും ഒന്നുമില്ലാതെ ഖബറിൽ ചെല്ലുക, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവരോട് പ്രാർത്ഥിക്കലല്ല. അത് മാറി അവരോട് പ്രാർത്ഥിക്കലാക്കിയത് ആരാ? ഈ നൂതനവാദികൾ. അപ്പൊ ആരുടെ കയ്യിലാണ് നൂതനവാദമുള്ളത്, ആരുടെ കയ്യിലാണ് പഴയവാദമുള്ളത്? ശരിക്ക് ചിന്തിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാര് ഒരു ഖബറും കെട്ടിപ്പടുത്തിട്ടില്ല,
ഒരു ഖബറിന്മേലും അവർ വസ്ത്രം മൂടിയിട്ടില്ല. ഒരു ഖബറിന്മേലും സഹാബത്ത് വിളക്ക് കത്തിച്ചിട്ടില്ല. ഒരു ഖബറിന്മേലും സഹാബത്ത് ചുംബിച്ചിട്ടില്ല. ഇവർ പറയുന്നത് ഖബർ മുത്തലും ചുംബിക്കലും ഒക്കെ അത്യാവശ്യമാണെന്നാ. ഖബർ ചുംബിക്കലും മുത്തലും മാത്രല്ല, ഖബർ കെട്ടിപ്പടുക്കൽ അത്യാവശ്യമാണെന്നാ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വെറുതെ പറയുന്നതല്ല. ഇത് അവരുടെ ഒരു മാസികയിൽ വന്ന ഒരു വരി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വളരെ കൃത്യമായിട്ട് പറയാണ്. എന്ത്? മഹാന്മാരുടെ ഖബർ കെട്ടിപ്പടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് എന്നാ പറയുന്നത്. സുന്നത്തോ അനുവദനീയ അതൊന്നും മാത്രല്ല. ശരിക്ക് കേട്ടോ, അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നിവരുടെ ഖബറുകൾ കെട്ടിപ്പടുക്കലും അവിടെ സിയാറത്തിന് വരുന്നവർക്ക് തണലിനായി പുര നിർമ്മിക്കലും അത്യാവശ്യം തന്നെ. ഇത് ഇസ്ലാമാ? ഏതാ ഇതിൽ നൂതനവാദം? സഹാബത്തിന് അങ്ങനെ വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. നിങ്ങൾ ചോദിക്കൂ മുസ്ലിയാക്കന്മാരോട്, ഇങ്ങനെ ഒരു അത്യാവശ്യം എഴുതി വെച്ച കിതാബ് ഏതാ? അതിനായത്തേത്? ഹദീസേത്? അതേത് സഹാബിയാ അങ്ങനെ ചെയ്തത്? സ്വഹാബത്തിനെ സലഫികൾ തള്ളുന്നു എന്നല്ലേ ഇവിടെ ആരോപണം? സ്വഹാബികളെ ഒരിക്കലും സലഫികൾ തള്ളുന്നില്ല. സ്വഹാബത്ത് ഒരിക്കലും ഖബർ കെട്ടിപ്പടുത്തിട്ടില്ല, വിളക്ക് കൊളുത്തിയിട്ടില്ല, ജാറം മൂടിയിട്ടില്ല, ഖബർ മുത്തിയിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് പോകുമ്പോൾ പോലും ആ ഖബർ നമുക്ക് കാണാൻ കഴിയാത്തത്ര 4-5 മറകൾക്കപ്പുറത്തായിട്ട് പോലും അവിടുത്തെ ഖബറിന്റെ സമീപത്തെത്തിയാൽ പോലും ആ ഖബറുള്ള റൂമിന്റെ വാതിലിന്മേലോ ഗ്രിൻസിന്മേലോ ചുമരിന്മേലോ തൊടാനോ മുത്താനോ ചുംബിക്കാനോ പാടില്ലാതെ വിട്ടു നിന്ന് സിയാറത്ത് ചെയ്യണം എന്നാണ് ലോക മുസ്ലിം പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചതെങ്കിൽ ഇവരിതാ പറയുന്നു, റസൂലുള്ളാഹിന്റേത് മാത്രല്ല മറ്റുള്ള മഹാന്മാരുടെ ജാറങ്ങളും മുത്തല് വലിയ കാര്യമാണ്, വലിയ പുണ്യമാ. ഏതാണ് പ്രിയമുള്ളവരെ നൂതനവാദം? ഏതാണ് പഴയവാദം? ശരിക്കും നമ്മൾ ചിന്തിക്ക്. ഇങ്ങനെയല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്?